ഹലോ, ഇത്തവണത്തെ ഓണക്കാലത്ത് ഞാൻ നാടൻ പൂക്കളുടെ ഒരു ക്രാഫ്റ്റ് വീഡിയോസാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓരോ പൂക്കളും ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പൂവ് നമ്മുടെ ചെമ്പരത്തി പൂവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡും ഗ്രീനും പിന്നെ ഒരു യെല്ലോ കളറുമാണ് വേണ്ടത്. യെല്ലോ കളർ ചെറിയൊരു കഷ്ണം മതി കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു റെഡ് കളർ പേപ്പറിൽ നിന്ന് ഇതളുകൾ വെട്ടിയെടുക്കണം. 5 ഇതളുകളാണ് വെട്ടിയെടുക്കേണ്ടത്. ഒരു വൈറ്റ് പേപ്പറിൽ ഈ ഒരു ഇതളിൻ്റെ ഷേപ്പ് ഒന്ന് വെട്ടിയെടുത്തതിന് ശേഷം അത് അങ്ങനെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ആ ഒരു റെഡ് കളർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് വെട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതളിൻ്റെ ആ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ ഉൾഭാഗം അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൊടുക്കണം. അപ്പോൾ ഞാനിത് 5 ഇതളുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇതളുകളൊക്കെ തമ്മിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു ഇതളെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പശ തേച്ചിട്ട് അടുത്ത ഇതൾ അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം അടുത്ത ഇതളിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പശ തേച്ചിട്ട് അടുത്തത് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് 5 ഇതളും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് 5 ഇതൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അവസാനത്തേതും ആദ്യത്തേതുമായിട്ടുള്ള ഇതളുകൾ തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡിൽ ഒന്ന് വിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കണം. അതിനുശേഷം ഇതളുകളൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് അതിൻ്റെ പൂമ്പൊടി ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവർ മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആ ഒരു നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പേപ്പറിൻ്റെ മുകളിലോട്ട് ഞാനിത് ആ പശ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വീതിൻ്റെ ആവശ്യമില്ല, കുറച്ച് വീതിയിൽ എടുത്താൽ മതി കേട്ടോ. ആ ഒരു കമ്പി ഒന്ന് ചുറ്റാൻ വേണ്ടിയിട്ട് മാത്രം മതി. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം ഞാനിത് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതൊന്നൊന്ന് ചുരുട്ടി കൊടുക്കാം കേട്ടോ. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ആ ഒരു മുകളിലത്തെ ആ ഒരു ഇതില്ലേ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിത് അത്രയും വലുപ്പത്തിലൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ ഒന്ന് മുഴുവനായിട്ട് വെട്ടി കൊടുക്കാം. ഇനി ഞാനിതാ ആ ഒരു മുകൾ ഭാഗത്ത് കുറച്ച് പശ തേച്ചിട്ട് ആ വെട്ടിയെടുത്തിട്ടുള്ള ആ കഷ്ണം ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിനുശേഷം ആ ഒരു ഇതളുകൾ നമുക്കിതൊന്ന് വിടർത്തി കൊടുക്കാം. അപ്പോൾ ആ ഒരു മുകൾ ഭാഗത്തെ ആ ഒരു പൂമ്പൊടി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ യെല്ലോ കളർ ഒരു ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശത്തു നിന്ന് നടുഭാഗം വരെ ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. ആദ്യം ചെയ്ത പോലെ തന്നെയാണ്. ഇനി അതിൻ്റെ മുകളിൽ പശ തേച്ചിട്ട് ആ ഒരു ചുവന്ന ആ ഒരു പൂമ്പൊടിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒന്ന് താഴത്തോട്ടാക്കി ചുറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂമ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു പൂവിൻ്റെ ഉൾവശത്തു നിന്ന് ഈ ഒരു പൂമ്പൊടി താഴത്തോട്ടൊന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ ഒന്ന് പിരിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗത്തെ ആ ഒരു പച്ച കളറിൽ ആ ഒരു സംഭവം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു മുള്ള് പോലെയാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത്. ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതാ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു മുള്ള് പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗമല്ലേ, അത് ആ ഒരു പൂവിന്മേലേക്ക് ഇങ്ങനെ കയറി നിൽക്കണം കേട്ടോ. അത് വല്ലാണ്ട് ഇങ്ങനെ അമർത്തി ഒട്ടിക്കാൻ പാടില്ല. ആ താഴ്ഭാഗമാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ തണ്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രേപ്പ് പേപ്പറിൻ്റെ കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഗ്രീൻ ടേപ്പ്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ചുറ്റിയെടുത്തത്. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് തന്നെ ആ ഒരു കമ്പി ചുറ്റിയെടുക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മുട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം പേപ്പർ എടുത്തതിന് ശേഷം ഇങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പൺ അല്ലാത്ത ഭാഗത്തിലോട്ട് ഇങ്ങനെ ഒന്ന് പകുതിയായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ കിട്ടുക. ഇനി ഞാനിതാ ഒരു നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പേപ്പറിൻ്റെ മുകളിലോട്ട് അങ്ങനെ ഒന്ന് പശ തേച്ചിട്ട് നമുക്ക് ഈ ഒരു നൂൽക്കമ്പിയിൽ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നേരത്തെ ചുറ്റിയ പോലെ തന്നെ ആ ഒരു താഴ്ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗം അങ്ങനെ കുറച്ചൊന്ന് തുറന്നെടുക്കുന്ന രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അവിടെ ആ ഒരു മുകൾ വശം നല്ലോണം പ്രസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതങ്ങനെ ഒന്ന് ചുറ്റണതിനനുസരിച്ചിട്ടൊന്ന് ഇങ്ങനെ മുകളിലോട്ടൊന്ന് ആക്കി കൊടുക്കണം.
അപ്പോൾ എൻ്റെ ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് പോയി കാണണം കേട്ടോ. അതിനുശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും വേണേ. ഇനി ഞാനിതാ ഒരു മുട്ടിൻ്റെ ഒരു താഴ്ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ ആ ഒരു പച്ച കളർ പേപ്പറിൽ ഇതാ ഇങ്ങനെ ഒന്ന് മുള്ള് പോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പശ തേച്ചിട്ട് ഇതാ അതിങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊന്ന് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ചെമ്പരത്തി പൂവാണ് ഉണ്ടാക്കുന്നത്. നാളെ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് ഒന്ന് ഗസ് ചെയ്തതിന് ശേഷം കമൻ്റ് ആക്കിയിട്ട് അറിയിക്കൂ കേട്ടോ. ഇനി നമുക്ക് ഇലയാണ് തയ്യാറാക്കി എടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് ഒരു ഇല വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇല ഉണ്ടാക്കാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഞാനിത് ആ ഒരു നൂൽക്കമ്പിയിൽ ഈ ഒരു ഇലയൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇലയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ആ ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി വെച്ചതിന് ശേഷം അവിടെ പശ തേച്ചിട്ട് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിൻ്റെ തണ്ട് ഒന്ന് ഗ്രീൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ചെമ്പരത്തിപ്പൂവും മൊട്ടും ഇലയും ഒക്കെ ഞാനൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നൂൽക്കമ്പി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യാർത്ഥം അത് തിരിച്ച് വെച്ചതിന് ശേഷം ഇതാ അങ്ങനെ ഒന്ന് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് ആ ഒരു ഇതളുകളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഒറിജിനൽ ചെമ്പരത്തിപ്പൂവുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചെമ്പരത്തിപ്പൂവുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.